ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാസ് സ്റ്റോറീസ്. ഇപ്പം ഹേ ഗായ്സ് പറയാതെ ജാസ് സ്റ്റോറി സ്റ്റാർട്ട് ആയില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ അറിയപ്പെടുന്നേ ഹേ ഗായ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാം, ഹേ ഗായ്സ് എന്ന്. അപ്പോഴേ ഇന്നത്തെ യാത്ര ഗോൾവേയിലോട്ടാട്ടോ. ഗോൾവേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്രിസ്മസ് സമയങ്ങളിൽ ഗോൾവേ കാണാൻ ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പോകുമ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാം ഗോൾവേയിലെ ക്രിസ്മസ് വൈബൊക്കെ. പക്ഷേ ഇന്നാണെങ്കിൽ കൃത്യം മഴയും കാറ്റും തണുപ്പൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് അവധി കിട്ടാനും പാടാ കേട്ടോ. അപ്പോൾ വെതർ നോക്കി നിന്നാൽ കാര്യം നടക്കില്ല. അപ്പോൾ വിചാരിച്ചു മഴയാണെങ്കിലും ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ അങ്ങനെ ഞാൻ നിൽക്കുന്ന ലിമറിക്കിന് ഗോൾവേക്ക് പോകാൻ 1 hour 20 minutes വേണം കേട്ടോ. ഇനി ഇത്തിരി മഴയും ട്രാഫിക്കും ആയതുകൊണ്ട് കുറച്ച് ഏറെ സമയം എടുത്തു കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഗോൾവേ കാത്തഡ്രലാണ്. ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. ഇവിടെ ഒത്തിരി പാർക്കിംഗ് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പാർക്ക് ചെയ്യാം. കാരണം സിറ്റി സെൻറ്ററിൽ എങ്ങനെയാണ് പാർക്കിംഗ് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 1.8 kilometers ഉണ്ട് നടക്കാൻ ആയിരം സ്ക്വയറിലോട്ട്. ആയിരം സ്ക്വയറിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്, ഗോൾവേ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ. ഇപ്പോൾ ഇവിടെ സമയം 3:20 ആയുള്ളൂ കേട്ടോ. എന്നാലും ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആകാൻ തുടങ്ങി. കാരണം ഇവിടെ ഇപ്പോൾ സൺസെറ്റ് 4 o'clock ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗായ്സ് 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം ഗോൾവേസ് മാർക്കറ്റിൽ പോവാട്ടോ. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് ഗോൾവേയിൽ ഈ നവംബർ 1st week തൊട്ട് തുടങ്ങും കേട്ടോ. ജാനുവരി 1st week വരെ കാണുവേ. അപ്പം എല്ലാ വർഷം പോണം ആഗ്രഹിക്കും, പക്ഷേ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി, ഓ ഇതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു ഇന്നിവിടെ വരാൻ പറ്റിയെന്ന്. കാരണം ഇറങ്ങിയ ഉടനെ തണുപ്പും കാറ്റും മഴയൊക്കെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഗോൾവേ കാത്തഡ്രലിൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ 2 സൈഡിലും റിവറും പാത്വേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ വണ്ടി പോകാനും മറ്റൊരു സൈഡ് പെഡസ്ട്രിയൻ വാക്കിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ഇനി 1.5 kilometer ഒന്നും നോക്കാതെ നടക്കണം. ഏതായാലും വന്നു പോയില്ലേ, കണ്ടിട്ട് പോവാല്ലേ. ഈ മഴയത്ത് ഇനി 1.5 kilometer നടക്കണമല്ലോ എന്ന് ആലോചിക്കാൻ തന്നെ വയ്യ. 2 സൈഡിലും റിവർ ആയതുകൊണ്ട് നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. കൈക്ക് തണുത്ത് മറിച്ചിരിക്കുവാണേ. പിന്നെ ഒരു കൈ കുടയും പിടിക്കണം, ഒരു കൈയിൽ ക്യാമറയും പിടിക്കണം. എൻ്റെ ഒരു കഷ്ടപ്പാടേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പും കാറ്റും ഭയങ്കര തണുപ്പാട്ടോ. ഈ ജാക്കറ്റിനും ഇട്ടിട്ട് പോരാ. പിന്നെ മഴ എന്ന് അറിയാമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പോകേണ്ട സ്ഥലത്ത് പോയാലേ പറ്റും. അപ്പം മാർക്കറ്റിൽ പോയിട്ട് വിശേഷം പറയാതെ ഞാൻ ഈ കുടയൊക്കെ കണ്ടോ പറന്നു തിരിഞ്ഞു പോവാ കേട്ടോ. അങ്ങനെ അവസാനം നടന്ന് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. 1000 സ്ക്വയറിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഗോൾവേ 1000 സ്ക്വയർ. പിന്നെ ട്രെയിനിലാണ് വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 minute നടന്ന് പോകാനുള്ളേ. ബസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ സിറ്റി ലിങ്ക് ഒക്കെ ലിമറിക്കിൽ നിന്ന് പോകുന്നതാണേ. പിന്നെ ട്രെയിന് 2 hours ജേർണിയും ബസ് 1.5 ജേർണിയേ ഉള്ളൂ ലിമറിക്കിൽ നിന്ന് ഗോൾവേക്ക് പോകാനുള്ള കേട്ടോ. അപ്പം കണ്ടപ്പോൾ തന്നെ സന്തോഷമായേ. ആഹാ എത്തിയില്ലോ എന്ന് ഓർത്ത് കേട്ടോ. പക്ഷെ എന്നാലും നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടിന്യൂസ് മഴയായിരുന്നെങ്കിലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുക എവിടെ നിന്ന് തുടങ്ങണം, റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യണോ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണോ. അവസാനം വിചാരിച്ചു ലെഫ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെയാണെങ്കിൽ കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് കളിക്കാനും വലിയവർക്ക് കളിക്കാനും ഒക്കെയാണ്. ഇനി ഞാൻ അധികം സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. എന്നാപ്പം നിങ്ങളൊന്ന് കണ്ടോളിൻ എങ്ങനെയുണ്ടായിരുന്നു ഗോൾവേ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. Oh, 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 oh.
ക്രിസ്മസ് മാർക്കറ്റ് കാണുമ്പം നാട്ടിലെ പള്ളിയിലെ പെരുന്നാളുകളും പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം ആ സമയത്തല്ലേ ഇങ്ങനത്തെ സ്റ്റോളൊക്കെ വരുന്നേ. പിന്നെ ഈ സ്വെറ്റേഴ്സും ജാക്കറ്റ്സും ഒക്കെ നിങ്ങൾ കണ്ടോ? ഇതൊക്കെ കാണുമ്പം ഊട്ടിയിലും കൊടൈക്കനാലിലും ഇങ്ങനത്തെ കടകളൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ഈ വൂലൻ സ്വെറ്റേഴ്സും ജാക്കറ്റ്സൊക്കെ വിൽക്കാൻ വച്ചേക്കണേ. ഇതിന് ഒരെണ്ണത്തിന് 40 യൂറോയാണേ, എന്നുവെച്ചാൽ നാട്ടിൽ 4000 രൂപ കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു വൈബ് തന്നെയല്ലേ. ഈ വൈബിന് വേണ്ടിയാട്ടോ ഇത്രയും ദൂരം മഴയാണെങ്കിലും വന്നത്. എല്ലാവരും എന്നെപ്പോലെ കണ്ടു നോക്കി പോകുന്നുള്ളൂ കേട്ടോ, ആരും ഇതുവരെ വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ. പിന്നെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റും പിന്നെ ചിമ്മിനി കേക്ക്, സിനമൺ കേക്ക്, ഹോട്ട് ചോക്ലേറ്റ്സും ബർഗേഴ്സും അവിടെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുവേ. അടുത്തോടെ പോകുമ്പോൾ നല്ല മണം അടിക്കും കേട്ടോ. ആർ സ്ക്വയറിലെ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടേ. കാണാൻ തന്നെ എന്നെ ഭംഗിയല്ലേ. വിൻ്റർ ആയതുകൊണ്ട് ഒറ്റ മരത്തിലും ഇലകളില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ എന്തൊരു രസമല്ലേ. ഇത് കാണാൻ ഭംഗിയാണെങ്കിലും ആസ്വദിക്കാനുള്ള മൂഡിലല്ലായിരുന്നു കേട്ടോ. കാരണം കൈയൊക്കെ നല്ല തണുത്ത് മരച്ചിരിക്കുമായിരുന്നേ. ഫീല് പോലും ആകുന്നില്ലായിരുന്നു കേട്ടോ കൈവിരലൊക്കെ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നേ. നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ വെതർ നോക്കിയിട്ട് പോകണം, പിന്നെ മഴയുണ്ടോ വെയിലുണ്ടോ എന്ന് നോക്കിയിട്ട് പോകണം. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി ആയിരിക്കും, ചില വീക്കെൻഡ്സിൽ നമ്മൾ ഡ്യൂട്ടി ആയിരിക്കും. അപ്പം നമുക്ക് പോകാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങ് ഓഫുള്ളപ്പോൾ അങ്ങ് പോവും. പക്ഷേ എൻജോയ് ചെയ്യാനുള്ള എന്താ പറയുക അവസരം നമുക്ക് കിട്ടത്തില്ല. കാരണം മഴയായിരിക്കും, അതിൻ്റെ മുകളിൽ തണുപ്പുമായിരിക്കും. മഴയാണെങ്കിലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ല കാരണം കേട്ടോ. എത്ര മഴയായാലും ഇവിടുത്തെ ക്രൗഡ് ഉണ്ടോ നിങ്ങൾ? നല്ല ക്രൗഡ് ഉണ്ടല്ലേ ഇവിടെ. അപ്പം മഴയില്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ എന്ത് ക്രൗഡായിരുന്നായിരിക്കും. ഞങ്ങളങ്ങനെ ഓരോ സ്റ്റോളും കയറി ഇറങ്ങും കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കൂടെ ഈ ലണ്ടനിൽ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഫേമസ് ആയതല്ലേ, അത് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതേ സ്ട്രോബെറി മാഷ്മെല്ലോ വിത്ത് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് തരുവേ. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ആട്ടോ. സ്ട്രോബെറിയുടെ മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ച് തരും കേട്ടോ. നല്ല അടിപൊളിയാണേ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ലിമറിക്കിൽ ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് വന്നപ്പോൾ അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് സംഭവം, സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. പിന്നെ ഇതുപോലെ തന്നെ ബ്ലൂബെറിയും സ്ട്രോബെറിയൊക്കെ വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കുക കേട്ടോ. പക്ഷേ പുറത്ത് പോകുമ്പോൾ കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബല്ലേ. അതിന് 8 യൂറോ ആയിരുന്നേ. വേർത്താന്ന് വെച്ചാൽ ഓക്കെയാണ്. സ്ട്രോബെറിക്ക് എക്സ്പെൻസീവ് ആണ്, പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിക്കുന്നുണ്ട്. ഇത്രയും എക്സ്പെൻസീവ് ആണ്, എന്നാലും പുറത്ത് പോകുമ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണുമ്പം കഴിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ വാങ്ങിച്ചതാട്ടോ. സ്പൈസിൻ്റെ വിളിച്ചു ചോദിക്കും അവിടെ ഇങ്ങനെ ഫ്രീയോ അതാണ്. നിങ്ങൾ അവിടെ വരെ എത്തിയോ? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ കണ്ടേ അതിലെ ആ ട്രെയിൻ പോയി, ഇവിടെ ചുമ്മാ ഇങ്ങനെ കടകൾ. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ചേച്ചി, തണുപ്പ് വരണം. ഇനി അധിക നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം കൈയൊക്കെ മരച്ച് ഇപ്പോൾ ഫീലാകാതെ വിരലൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയേ.
എന്നാൽ വേഗം പോയേക്കാം. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്പൈസ് ഇന്ത്യയിലാട്ടോ. സ്പൈസ് ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണേ. അത് ഗോവയിലുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആട്ടോ. നല്ല ഫുഡൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. പോയി നോക്കാവേ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നാലാണ് സ്പൈസ് ഇന്ത്യ എത്തുള്ളൂ കേട്ടോ. കുറേ നടക്കാനുണ്ടേ. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. ഇനി റെസ്റ്റോറൻറ്റിനകത്ത് കയറിയാൽ നല്ല വോമായിരിക്കുമല്ലോ. ഈ ടോയ് ട്രെയിനും കാണാൻ നല്ല ഭംഗിയല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫൈനലി റെസ്റ്റോറൻറ്റിലെത്തി. ഇതൊക്കെയായിട്ട് ഇന്ന് ഓർഡർ ചെയ്ത ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒന്നും മോശം പറയാനില്ല. അപ്പം ഞാൻ ഇന്ന് ഗോൾവെയിൽ വന്നത് എൻ്റെ ഫ്രണ്ട് സുബി ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഇതാണ് സുബി ചേച്ചി. ചേച്ചി ഞാൻ ഒരുമിച്ച് ഇവിടെ വന്നതാണ് അയർലൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ